എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചിലർ ചോദിച്ചു എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തതെന്ന്. ഞാൻ സാധാരണ ഒരു യൂട്യൂബുകാരനെ പോലെ സ്ഥിരം വീഡിയോ ഇട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബേഴ്സും കൂട്ടി പൈസ വാങ്ങി സുഖമായി ജീവിക്കുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് സത്യം പറയാലോ, എനിക്ക് വലിയ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഇല്ല. ഫ്രണ്ട്സുണ്ട്. നമ്മൾ 3 ഫ്രണ്ട്സ് കട്ട ഫ്രണ്ട്സാണ്. 3 കൂടിയിട്ടൊരു ബിസിനസ് സംരംഭം തുടങ്ങി. അപ്പോൾ അതിങ്ങനെ വളർന്നു വന്നു. 2017 ബിസിനസ് സംരംഭം തുടങ്ങുന്നത്. 2018 കോവിഡ് ഒക്കെ ആയ സമയത്ത് ബിസിനസ് ലേശം കുറഞ്ഞു. ആ സമയത്ത് നമ്മൾ ഒരു ഐഡിയ എടുത്തു. 3 സ്ഥലത്തായിട്ട് ബിസിനസ് വ്യാപിപ്പിക്കുക. അങ്ങനെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് 3 സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സും കോഴിക്കോടും കാസർഗോഡുമായിട്ട് ആണുള്ളത്. അപ്പോൾ നമ്മളെ തിക് ഫ്രണ്ട്സ്, നമ്മളെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ എല്ലാം ഷെയർ ചെയ്ത് നമ്മളെ അങ്ങനെ നല്ല വൈബോട് കൂടി പോകുന്ന 3 ആളുകളായിരുന്നു. പക്ഷെ എനിക്ക് 3 ആൾക്കും ഇപ്പം എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുമുട്ടാൻ സമയമില്ലാത്ത അവസ്ഥയായി. ഫോണിലൂടെ അതും സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ബിസിനസ് കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കാറ്. തിരക്കായി 3 ആൾക്കും. എന്താ വെച്ചാൽ 3 സ്ഥാപനങ്ങളായി. അതിൻ്റെ സ്റ്റാഫ് നിങ്ങൾക്ക് അറിയാമല്ലോ, സ്ഥാപനങ്ങൾ 3 ഉണ്ടാകുമ്പോൾ സ്വന്തം രീതിയിൽ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് തമ്മിൽ സംസാരിക്കാൻ സമയമില്ലാതായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ചില സമയത്ത് എനിക്ക് തോന്നും, ഇന്ന ഒരു വിഷയം കാണുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നും. നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ആരാ? ഒന്നുക്ക് അച്ഛനോ അമ്മയോടും, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട്. പിന്നെ കല്യാണം കഴിയാത്തതുകൊണ്ട്, ഭാര്യ ഇല്ലാത്തതുകൊണ്ട് അവരോടും സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. 10-30 വീഡിയോ അങ്ങാറ്റേ ഞാൻ ടോട്ടൽ ചെയ്തിട്ടുള്ളൂ. ഷോർട്സ് തന്നെ ഞാൻ യാത്ര വല്ലതും പോകുമ്പോൾ എടുക്കുന്ന സംഭവങ്ങളാണ് ഷോർട്സ് ആയിട്ട് ഇടാറ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനൊന്നും സമയം കിട്ടാറില്ല. ഏകദേശം 2 കൊല്ലത്തോളമായി തോന്നുന്നു. 2 കൊല്ലമല്ല, 3 കൊല്ലത്തോളമായി തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. എനിക്കെല്ലാം അറിയാമെന്നൊന്നും വിചാരമൊന്നുമില്ല. ചില ആൾ കമൻറ്റിൽ പറയുന്നത് കേട്ടു, ഇയാൾക്കെല്ലാം അറിയാൻ തോന്നുന്നു, അതുകൊണ്ടാണ് ഇയാളെല്ലാം പറയുന്നത്, ഇയാളെന്തോ അഹങ്കാരമാണെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ അറിയുന്ന പോലെ പറയുന്നതേ ഉള്ളൂ. അതിൽ തന്നെ ചില സമയത്തൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിച്ച് പുറത്ത് മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. എനിക്കിപ്പോൾ എല്ലാവരോടും കൂടിയായിട്ട് കാര്യങ്ങൾ പറയുന്നതായി ഒരു സുഖമായിട്ട് തോന്നും മനസ്സിന്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഒരാളായിട്ട് സംസാരിക്കാനുണ്ടാവുന്ന അത്രയും നല്ലതല്ലേ. അപ്പം ഞാൻ എൻ്റെ മൊബൈൽ തുറന്നു വെച്ചിട്ട് ഞാനിങ്ങനെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോ, പിന്നെ കമൻ്റൊക്കെ ഇട്ടോ. അത് ഓക്കെ ആണെങ്കിൽ വർക്കിൻ്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് ഫ്രീ ടൈം ഉണ്ട്. ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, അല്ലെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ. ചില ദിവസങ്ങളിൽ അത് ഫുൾ ടൈം ഫ്രീ ആയിരിക്കും. ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ വന്ന് പറയും യൂട്യൂബിൽ. അതിൽ ചിലപ്പോൾ അത് ചില ആളുകൾക്ക് വിഷമകരമായിട്ട് തോന്നാം. പക്ഷേ അത് എൻ്റെ കുറ്റമല്ല. ഞാനിങ്ങനെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ എന്നെ അറിയുന്നവർക്കറിയാം ഞാനിങ്ങനെ സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അങ്ങനെ സംസാരിക്കുന്നതാണ്. ആർക്കും അതൊരു വിരോധമായിട്ട് തോന്നണ്ട. എനിക്ക് അറിയുന്ന കാര്യങ്ങളാകുമ്പോൾ അത് പറയാനൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാകുമ്പോൾ ഞാനതങ്ങ് പറയും. അത്രയേ ഉള്ളൂ. അത് അത്രയായിട്ട് കണ്ടാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊസ്റ്റാൾജിയനെ കുറിച്ചാണ്. നൊസ്റ്റാൾജിയ എല്ലാവർക്കും നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ഒരു പഴയ കാലത്തിനെ കുറിച്ചിട്ട്. ഇപ്പോൾ നമ്മളെ അച്ഛനമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. പണ്ടത്തെ കാലമായിരുന്നു. എൻ്റെ അച്ഛൻ അതായത് 1940-ലോ 45-ലോ ആണ് എൻ്റെ അച്ഛൻ ജനിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അച്ഛൻ്റെ ചെറുപ്പകാലം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളവണ്ടി, പിന്നെ പഴയ കാലത്തെ കാറുകൾ. അതായത് കാറ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു കാറങ്ങാറ്റയിലൂടെ പോയിട്ടുള്ളൂ. അത് കണ്ടത് തന്നെ അച്ഛൻ ഭയങ്കര സംഭവമായിട്ടാണ് പറയാറ്. കാരണം ബ്രിട്ടീഷുകാരെ കാലഘട്ടമാണ് ആ സമയം. 47-ലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 46 എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ കുറച്ച് കാര്യങ്ങൾ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അതൊക്കെ അവർക്ക് ഭയങ്കര കാര്യങ്ങളാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ. അപ്പം അന്ധകാലത്തുള്ള കുറച്ച് ഓർമ്മകൾ. പിന്നെ എൻ്റെ മുത്തശ്ശി, എൻ്റെ അച്ഛൻ്റെ അമ്മ, നമ്മൾ അപ്പച്ചി എന്നാണ് വിളിക്കാറ്, അവരൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഗാന്ധിജി ഇതിലൂടെ പോയ കാര്യങ്ങൾ. ഒരു സ്കൂളിൽ മാവൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഗാന്ധിജി. അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു മാവെല്ലാം. അപ്പോൾ ആ കാര്യം അത് അന്നേരം ആ സമയത്ത് ഇതിൽ നമ്മളെ വീട് എന്ന് പറയുന്ന ഹൈവേൻ്റെ മുമ്പിലാണ്. കുറച്ച് ഹൈവേക്ക് തൊട്ട് ഇപ്പോൾ ഏറ്റവും അടുത്തായി. പുതിയ ഹൈവേൻ്റെ പണിയാകുമ്പോൾ കുറച്ചും കൂടെ അടുത്തായി. അപ്പോൾ ആ സമയം ഹൈവേ നമ്മളെ വീടിൻ്റെ അതിലെ കൂടിയാണ് പോകുന്നത്. അതായത് ഏത് വലിയ ആൾക്കാർ പോകുന്നുണ്ടെങ്കിലും ആ ഹൈവേറ്റേ കൂടെ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ, അതറിയാലോ. അപ്പോൾ അങ്ങനെ നമ്മളെ മുത്തശ്ശിയെ കേൾക്കുമ്പോൾ സമയത്ത് ഗാന്ധിജിയൊക്കെ പോകുമ്പോൾ ഇവർ അടുത്ത് പോയി നിന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയ സംഭവങ്ങളും അതൊക്കെ നമ്മളെ മുത്തശ്ശി പറയാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നൊസ്റ്റാൾജിയ, പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നൊസ്റ്റാൾജിയ, അങ്ങനെ കാര്യങ്ങൾ പഴയ കാലം പറയാനാണ് എല്ലാവർക്കും കൂടുതൽ ആഗ്രഹം. പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിപ്പോൾ ഏതൊരു പണക്കാരനാണെന്ന് വിചാരിച്ചോ, ഒരു പണക്കാരൻ ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് വലിയ പണക്കാരനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് പറയുന്നേക്കാം പഴയ കാലമായിരുന്നു ഭയങ്കര സംഭവം എന്നുള്ളത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആർക്കും വിഷമവും ദേഷ്യവും ഒന്നും തോന്നരുത് പറയുന്ന സമയത്ത്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പഴയ കാര്യം പറയുന്ന സമയത്ത് നമുക്കൊരാളെ എടുക്കാം, ഒരു എക്സ്. ഇയാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബിസിനസ്സൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു വർക്കൊക്കെ ചെയ്ത് ഒരു നല്ലൊരു നിലയിലെത്തി, അത്യാവശ്യം കഞ്ഞി കുടിക്കാനുള്ള ഒരു ലെവലിലെത്തി എന്ന് വിചാരിക്കുക. മുമ്പ് അതും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പുള്ളി കഞ്ഞി കുടിക്കാനുള്ള ലെവലിൽ എത്തിയിട്ട് ഈ പുള്ളിയോട് ഒരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്താൻ പറയുമ്പോൾ ഈ പുള്ളി പഴയ കാലത്തിനെ കുറിച്ചാണ് പറയുക. അധിക പേരും അങ്ങനെയാണ്, പഴയ കാലത്തിനെ കുറിച്ചാണ് പറയുക. എന്താ കുട്ടിക്കാലം ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, നല്ലൊരു സംഭവമായിരുന്നു അത്, നല്ല പറഞ്ഞിട്ടാണ് പറയുക. അപ്പം ഞാൻ ചോദിക്കട്ടെ, അന്ധകാലത്ത് ഈ പുള്ളി എന്താണ്? ദരിദ്രനാണ്. ഈ പുള്ളിക്ക് എന്തില്ല? ഈ പറയുന്ന സുഖ സൗകര്യങ്ങൾ, അതായത് ഞാൻ പറയുന്ന വലിയ സംഭവമല്ല, ഒരു കഞ്ഞി കുടിക്കാനുള്ള അവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഈ പുള്ളീൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണ് പുള്ളി ഏതിലെത്തുന്നത്, ഈ ഒരു കഞ്ഞി കുടിക്കാനുള്ള അവസ്ഥയിലെത്തുന്നത്. ചോറോ ബിരിയാണിയോ എല്ലാം പോട്ടെ, കഞ്ഞി കുടിക്കാനുള്ള അവസ്ഥ എന്നാണ് ഞാൻ പറയുന്നത്. 3 നേരം ഭക്ഷണം കിട്ടുന്ന ഒരവസ്ഥ, 3 നേരം കൃത്യമായി ഭക്ഷണം കിട്ടുന്ന ഒരവസ്ഥ. അതിന് ചുരുക്കി നമ്മളെ നാട്ടിലെല്ലാം പറയുന്ന സംഭവമാണ് കഞ്ഞി കുടിക്കാനുള്ള അവസ്ഥയുണ്ട്. കഞ്ഞി കുടിച്ചിപ്പോൾ പോകുന്നപ്പാന്ന് പറയും. ആരെങ്കിലും ചോദിച്ചാൽ എന്തുണ്ടോ, കഞ്ഞി കുടിച്ച് പോകുന്നപ്പാന്ന് പറയും. അതൊരു നമ്മുടെ നാട്ടിലൊരു പ്രയോഗമാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വേറെ സ്ഥലത്ത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളെ നാട്ടിലുള്ളൊരു പ്രയോഗമാണ് ഈ ഒരു പ്രയോഗം. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ഈ പുള്ളി ഇയാളുടെ കഠിനാധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലമായിട്ടാണ് ഈ പുള്ളി എന്തായിട്ടുള്ളത്, ഈ കഞ്ഞി കുടിച്ച് പോകാനുള്ള അവസ്ഥ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പുള്ളി എടുത്തേക്കാ പോകുന്നത്, പിന്നെയും പുറകോട്ടാ പോകുന്നത് അല്ലേ? ഈ പുള്ളി പിന്നെയും പുറകിലാണ് എന്ത്, ആ പുള്ളീൻ്റെ സ്വർഗം എന്നൊക്കെയാന്ന് പറയാം. സത്യം പറഞ്ഞാൽ ആ പുള്ളീൻ്റെ മനസ്സിലെന്തായിരിക്കും? കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയും കിടന്ന കാലത്തിനെയാണ് അയ്യോ ഈ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇത് സംസാരിക്കാവുന്ന ഒരു സംഭവം മാത്രമാണ്, അല്ലാതെ നമ്മളെ കഷ്ടപ്പാടും ദുരിതവും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിനെ നൊസ്റ്റാൾജിയ ആക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ നമ്മുടെ കൂട്ടത്തിൽ തന്നെ. അപ്പം അത് മാത്രമല്ല, ഞാൻ നൊസ്റ്റാൾജിയൻ്റെ കാര്യം പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പഴയ കാലത്തിലേക്കാണോ? ഞാൻ സോഷ്യൽ മീഡിയ തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല എല്ലാവരും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നത് പഴയ കാര്യങ്ങളെക്കുറിച്ചാണ്. ആ അന്ധകാലത്ത്, അതായത് ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടു, കുറച്ച് ആളുകൾ കൂടിയിരുന്ന് എന്തോ പേരുകൊണ്ട് സംസാരിക്കുമെന്ന് അവർ പറയുന്നു. പണ്ട് പുരാണങ്ങളിൽ എന്തുണ്ട്, ഈ ഹിന്ദു പുരാണത്തിൽ എന്തുണ്ട്, ടൈം ട്രാവലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സമയം MC² എന്ന് പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഇക്വേഷനൊക്കെ പറഞ്ഞിട്ട്, എന്താണ് ന്യൂട്ടൻ്റെ ഒരു തിയറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതല്ലേ ഇത് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അന്ധകാലത്തുള്ള മനുഷ്യന്മാർ
അത് പോട്ടെ, ഒരു 80 കാലഘട്ടങ്ങളിലുള്ള മനുഷ്യന്മാരെ നിങ്ങൾ എടുക്കുക. 80 കാലഘട്ടങ്ങളിലുള്ള മനുഷ്യന്മാർക്ക് ഇന്ന് നമ്മൾ ഐഫോൺ കൊണ്ടു കൊടുക്കുന്നു. ഒരു ഉദാഹരണം, ഒരു ഐഫോൺ കൊണ്ടു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ കൊണ്ടു കൊടുക്കുന്നു. എന്തിന്? നമ്മളെ നോക്കിയൻ്റെ പഴയ ടോർച്ച് സെറ്റില്ലേ അത് കൊണ്ടു കൊടുക്കുന്നു. എന്നിട്ട് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ പറ്റും. അവർ ഈ കാലഘട്ടത്തിലേക്ക് വന്നു എന്ന് വിചാരിച്ചോ. നമ്മൾ ആ നോക്കിയൻ്റെ ടോർച്ച് സെറ്റ് എടുത്തിട്ട് നമ്മളെ സുഹൃത്തിനെയോ അച്ഛനെയോ അമ്മേനെ ആരെങ്കിലും വിളിക്കുന്ന അവർ കണ്ടിട്ടുണ്ട്, അവർ പേടിച്ചോളും. ചന്തകാലത്ത് ഇത് അറിയില്ല, എന്താ സംഭവം എന്നുള്ള അറിയില്ല. ലാൻഡ് ലൈൻ തന്നെ വന്നിട്ടില്ല ആ സമയത്തും തോന്നുന്നു. ചില ഗ്രാമങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 80 കാലഘട്ടങ്ങളിൽ ലാൻഡ് ലൈൻ വന്നിട്ടുണ്ടായിട്ടില്ല. എൻ്റെ എല്ലാം 10 പഠിക്കുന്ന സമയത്ത് അങ്ങാറ്റാണ് നമുക്ക് 8ലോ 9ലോ പഠിക്കുന്ന സമയത്ത്, ഞാൻ 85ലാണ് ജനിക്കുന്നത്. ഞാൻ 8ലോ 9ലോ പഠിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിൽ ലാൻഡ് ലൈൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ആലോചിച്ച് നോക്കുക, 80 കാലഘട്ടങ്ങളിൽ നമ്മളെ നോക്കിയ ടോർച്ച് സെറ്റ് എടുത്തിട്ട് ഇത് അതിൽ ടോർച്ച് കത്തിക്കാന്ന് പറയുമ്പോൾ അന്ന് ചൂട്ടും കത്തിച്ച് പോകുന്ന കാലമായിരിക്കും. ആ കാലഘട്ടത്തിൽ അവർക്ക് എന്തറിയില്ല, നോക്കിയ ഫോണിനെ കുറിച്ച് അറിയില്ല. ആ സമയത്താണ് അതിന് എത്രയോ വർഷം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ എന്തുണ്ട് എന്ന് പറയുന്നത്, ടൈം ട്രാവൽ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് അതായിട്ട് തോന്നിയതായിരിക്കാം. കാലഘട്ടങ്ങൾ. എൻ്റെ അമ്മ ചെറുപ്പകാലത്ത് പറഞ്ഞു തന്നിട്ടില്ല. അമ്മേ, മഴ എങ്ങനെയാണ് പെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ മൂത്രയിക്കുന്നതാണ്, ദേവേന്ദ്രൻ മൂത്രമൊഴിക്കുന്നതാണെന്നാ പറയാ. അപ്പം ഞാൻ ചോദിക്കും, അല്ല ഇന്ദ്രൻ ഈ ഒരു കൊല്ലത്തിൽ ഒരിക്കൽ അമ്മ മൂത്രയിക്കൂലൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനെ അതങ്ങനെയല്ല. നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഇന്ദ്രൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ കാലം അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇന്ദ്രൻ്റെ ഒരു ദിവസം ആവില്ല. അപ്പോൾ ഇന്ദ്രൻ രാവിലെ എണീറ്റപാട് മൂത്രയിക്കും. നമ്മളെല്ലാം മൂത്രയിക്കില്ലേ മോനെ, അതുപോലെ ഇന്ദ്രൻ രാവിലെ എണീറ്റപാട് മൂത്രയിക്കും. എന്നിട്ട് ആ മൂത്രയിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഈ ഒരു കൊല്ലം ആവുന്നു, നമ്മളൊരു കൊല്ലാണ് ഇന്ദ്രൻ്റെ ഒരു ദിവസം എന്നാണ് അമ്മ പറഞ്ഞത്. അത് ചെറുപ്പകാലത്താണ് എൻ്റെ അമ്മ ഈ കാര്യം പറഞ്ഞു തന്നത്. അപ്പം ഞാൻ ചെറുപ്പകാലത്തുള്ള എൻ്റെ കുട്ടിക്കാലത്ത് ഞാനിതൊക്കെ വിശ്വസിച്ചു. പിന്നെ സ്കൂളുകളിൽ പോയ സമയത്ത് എനിക്ക് മനസ്സിലായി മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പോയപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനൊരാളാവാൻ വേണ്ടിയിട്ട് ഞാനിപ്പം വന്ന് പറയുന്നു, പണ്ട് പുരാണ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൻ്റെ പേരെടുക്കുക, എന്നിട്ട് ആ പേരെടുത്തിട്ട് ഞാൻ പറയുന്നു ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിനെന്ന് എൻ്റെ അമ്മ പണ്ട് പറഞ്ഞിനി. അതായത് ഇന്ദ്രൻ മൂത്രമൊഴിക്കുന്നതാണ് ഇതിന്ന് മഴ പെയ്യുന്നതെന്ന് പറഞ്ഞു തന്നിനി, ഒരു കൊല്ലാവെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആടെ ഇത്ര സമയമല്ലേ വരുന്നത്, ഒരു കൊല്ലല്ലേ. നമ്മളെ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത 24 മണിക്കൂർ ഒരു കൊല്ല വരുന്നത്. ഈ കാര്യങ്ങൾ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്നത്രേ. ഇപ്പം ചില സമയത്ത് ദൈവങ്ങൾക്ക് അങ്ങനെയുണ്ട്. ചില ലോകങ്ങൾ, ചില ഗ്രഹങ്ങളിൽ എന്തുണ്ട്, ശാസ്ത്രജ്ഞന്മാർ പറയുന്നില്ലേ ഈ ഗ്രഹം തിരിയുന്നതിനെ കുറിച്ചിട്ട്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഭൂമി ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നില്ലേ, 24 മണിക്കൂർ എടുക്കുന്നുണ്ട് ഈ സൂര്യൻ്റെ ഭാഗത്തേക്ക് ഭൂമി എത്താൻ. അതുകൊണ്ടാണ് നമുക്ക് രാത്രിയും പകലും ഒക്കെ അനുഭവപ്പെടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അതേപോലെ മറ്റൊരു ഗ്രഹം ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്, വേറൊരു ഗ്രഹം ഇപ്പോൾ കറങ്ങുന്നത് ഒരു 32 മണിക്കൂറാണെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം എത്രയാണ്, 32 മണിക്കൂറാണ്. ഇനി 100 മണിക്കൂറാണ് കറങ്ങാൻ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് 100 മണിക്കൂറാണ്. അത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ വേറെ ഒരു ലോകം ഉണ്ടെന്നും ദേവലോകം ഉണ്ടെന്നും അതെല്ലാം പണ്ട് കാലത്ത് വേറെ ഒരു ലോകം ഉണ്ടെന്ന് ഈ കഥയിലൂടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച കഥയിലൂടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്ത് പണ്ട് കാലത്തുള്ളവർ ഇതൊക്കെ കണ്ടുപിടിച്ചിനി, നമ്മളെ ഗ്രന്ഥാന്ന് ഭയങ്കര സംഭവം എന്നുള്ളത് നമുക്ക് എന്താ പറഞ്ഞൂടെ. പക്ഷെ എന്താ അതൊന്നല്ല. അത് അന്ധകാലത്ത് അത്രയും അവർക്ക്. അതിപ്പോൾ ഒരു കാര്യം പറയാം, ഒരു ഉദാഹരണം പറയാം. അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലം എന്നെ തന്നെ എടുക്കുക. അപ്പം നിങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, എന്നിട്ട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും വരണ്ട. എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഞാൻ ചോദിക്കുന്നു, അമ്മ ഞാനെങ്ങനെ ഉണ്ടായിരുന്നു, അമ്മയോട് ചോദിക്കുന്നു, അല്ല അച്ഛനോട് ചോദിക്കുന്നു, അച്ഛൻ ഞാനെങ്ങനെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇപ്പം പറഞ്ഞു തരാൻ പറ്റും എല്ലാ കാര്യങ്ങളും. മോനെ നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആദ്യരാത്രിയായി, ഇങ്ങനെയുള്ള സംഭവം എല്ലാം പറയാൻ പറ്റുമോ? ചെറിയ കുട്ടിയല്ലേ, ചെറിയ കുട്ടിയോട് ഇതെല്ലാം പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അപ്പോൾ അവരെന്ത് പറയും, മോനെ ഞാനിങ്ങനെ തോട്ടിൽ നിന്നിട്ട് കുളിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നീ ഒഴുകി വരുന്ന കണ്ടു, ഞാൻ എടുത്തു എന്നല്ല ആയിരിക്കും കഥകൾ പറയാം. അല്ലാതെ എല്ലാ സംഭവങ്ങളും കൃത്യമായി തുറന്നു പറയാൻ പറ്റില്ല. ചെറിയ കുട്ടിയോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി പറയാമെന്ന് ചോദിച്ചാൽ തന്നെ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ, ചെറിയ കുട്ടിയല്ലേ. ഇത് ആരോടൊന്ന് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നാട്ടിലിറങ്ങി നടക്കാൻ പറ്റും? ഇല്ല. എന്നെപ്പോലത്തെ കുർത്തക്കെട്ട പിള്ളേരാണെങ്കിൽ ഞാൻ എല്ലാവരും കാണുന്ന അവരോടെല്ലാം പറയും, ഇതാ ഞാനിങ്ങനെ ഉണ്ടായി എന്ന് പറയും. അപ്പം പിന്നെ
നമുക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? അത് നമ്മളെ അച്ഛനും നമുക്ക് അതെല്ലാം പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കഥ ഉണ്ടാക്കും അവർ. ഏത് അങ്ങനെയാണ് ഈ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കഥകൾ. അതാണെന്ന് വെച്ചാൽ അന്ന് ഇത് എഴുതി വെക്കാൻ പറ്റൂല. സൂര്യനെ പ്രാർത്ഥിച്ചു, അപ്പോൾ സൂര്യദേവൻ പ്രസാദിച്ചിട്ട് കുട്ടീനെ കൊടുത്തു. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുക. അതിൻ്റെ യഥാർത്ഥ എന്താണെന്ന് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ മക്കൾ തന്നെ ആയിരിക്കും. പക്ഷേങ്കിൽ ഇത് എഴുതി വെക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ്. അന്നത്തെ ആളുകൾക്ക് ഒരു മടുപ്പുണ്ടാവും, ഒരു മുഷിപ്പുണ്ടാവും. ഇത് എഴുതി വെക്കാൻ പറ്റൂല. ഇങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക എന്നുള്ളത് അന്ന കാലത്ത് ഒരാൾക്ക് എഴുതി വെക്കുമ്പോൾ ഇത് എല്ലാവരും വായിക്കുന്ന കാര്യമല്ലേ. ഈ വായിക്കുന്ന കാര്യത്തിൽ ഇതൊക്കെ എഴുതി വെക്കുമ്പോൾ അത് മോശമല്ലേ? അവർക്ക് കുട്ടി ഉണ്ടായത് ഇങ്ങനെയാണെന്ന് എഴുതി വെച്ചു. സൂര്യദേവനെ പ്രാർത്ഥിച്ചപ്പോൾ സൂര്യദേവൻ പ്രസാദിച്ചിട്ട് കുട്ടീനെ കൊടുത്തു. സൂര്യൻ ഇന്ന് അറിയാം നമുക്ക് ഒരു ഗ്രഹമാണെന്നുള്ളതും അതിനെ പ്രാർത്ഥിച്ചാൽ ഒന്നും കിട്ടൂല എന്നുള്ളതും. അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എനർജി ശേഖരിക്കാം. നമുക്ക് ഒരു സൗരോർജം ഒരുപാടുണ്ട്, നമുക്ക് ശേഖരിക്കാന്നുള്ളതും. അത് മനുഷ്യൻ ഇതുവരെ സൂര്യനിൽ നിന്ന് വരുന്ന എല്ലാ ഊർജങ്ങളും ശേഖരിക്കാനുള്ള പ്രാപ്തി മനുഷ്യനായിട്ടില്ല എന്നുള്ളതും, ചില ചെറിയ ചെറിയ ഊർജങ്ങൾ മാത്രമേ നമ്മളിപ്പം സ്വീകരിക്കുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നറിയാം. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇത് സൂര്യൻ ദൈവമെന്നും 24 കുതിരകളുടെ രഥത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ദൈവമെന്നുള്ളത് എല്ലാം എഴുതി വെച്ചത് കേട്ടിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഇന്നത്തെ കാലത്ത് ഇല്ല. കാരണം എന്ത്? അത് അല്ല, അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് ഇന്നറിയാം. മഴ പെയ്യുന്ന ഇന്ദ്രൻ മൂത്രയിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ന് നമുക്കറിയാം എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യം എടുത്തിട്ടാണ് എന്ത് പറയുന്നത്, മുന്നേ നമ്മളെ ഗ്രന്ഥത്തിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന്, ടൈം ട്രാവലിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഇന്നും അത് തെളിയിക്കപ്പെട്ടില്ല. ടൈം ട്രാവൽ സാധ്യമാണോ എന്നുള്ളത് ഇന്നും തെളിയിക്കപ്പെട്ടില്ല. പേപ്പറുകളിൽ കുറേ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ചില സമയത്ത് ഇത് സാധ്യമാവാം, നമുക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ, അങ്ങനെ ഒരു ലെവലിൽ എത്തുകയാണെങ്കിൽ നമുക്കിത് സാധ്യമാക്കാമെന്നുള്ളത് മാത്രം. അതും പഴയ കാലത്തിലേക്ക് പോകാൻ കഴിയില്ല. മുൻകാലത്തിലേക്ക് പോകാന്നുള്ളതൊക്കെ ഒരു പേപ്പറിൽ ഉണ്ടെന്നേ ഉള്ളൂ. അതിന് കുറേ പരീക്ഷണങ്ങളും ഒക്കെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെവലിൽ ചിലപ്പം ഭാവിയിൽ വരാം. ഈ ടൈം ട്രാവലൊക്കെ ഭാവിയിൽ വരാമെന്നേ പറയാൻ പറ്റും. ഇപ്പം പണ്ടത്തെ കാലത്ത് ഫോണിനെ കുറിച്ചിട്ട് സംസാരിച്ച സമയത്ത് ഈ സ്ഥലത്ത് നിന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചിട്ടില്ല. എന്തിനേറെ പറയുന്നത്, ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന് നേരെ കളിയാക്കലിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ അന്ധകാലത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നത്, ഭൂമി ഉണ്ടോ എന്നല്ല പരന്നതാന്ന് പറഞ്ഞിട്ട്. ഇന്ന് നമുക്കറിയാം ഭൂമി ഉരുണ്ടത് എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഫുട്ബോൾ പോലെയല്ല. പക്ഷെങ്കിൽ എന്താണ്, ഒരു ഓവൽ ഷേപ്പാണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇനിയിപ്പം ഭാവിയിൽ അതും മാറി മറിഞ്ഞു വരും, പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇത് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ഷേപ്പ് എന്നുള്ളത് ഒരാൾ പ്ലെയിൻ എടുത്തിട്ട് പോയിട്ട് കറങ്ങി നോക്കിയാലൊന്നും കാണുന്നില്ല. ഇത് എത്രയോ വലിയ സാധനമാണ്. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ എടുക്കാൻ പറ്റും. ഒരുപാട് ഗ്രഹത്തിൻ്റെ ഫോട്ടോസ് നമ്മൾ എടുക്കുന്നത് പോലെ ഒരു ഭാഗത്തിൻ്റെ ഫോട്ടോ കുറേ ദൂരത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു ഏകദേശം അതിൻ്റെ ഒരു ആകൃതി കിട്ടും. പക്ഷേ ഇത് ഇങ്ങനെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടെത്തിയിട്ടുള്ളത്, അനുമാനിച്ചിട്ടുള്ളത്, ഭൂമി ഉരുണ്ടതാണെന്നുള്ളത്. ഇപ്പം തന്നെ ആദ്യം നമ്മൾ വിചാരിച്ചത് ഈ സൂര്യൻ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ സ്റ്റക്കായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, അതിന് ചുറ്റും നമ്മളെ ഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴത് മാറിയിട്ടുണ്ട്. ഇപ്പോഴത് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സൂര്യനടക്കം മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നു. ആ സമയത്താണ് ഇതിങ്ങനെ കറങ്ങുന്നത്. അത് കണ്ടെത്തിയിട്ടുണ്ട്. അത് പല ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചം തന്നെ വികസിച്ചുകൊണ്ട് നിൽക്കുകയെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മളെ പുരാണത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ? പഴയ കാലത്തോട്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നമ്മൾ പഴയ കാലത്തോട്ട് ചിന്തിക്കുക. കുറേ നല്ല ഓർമ്മകൾ ഉണ്ടാവും. അത് നമുക്ക് പറയാം. നമ്മൾ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു, കൂട്ടുകാരൊക്കെ ഒത്ത് കളിച്ചിരുന്നു എന്നൊക്കെ പറയാം. അല്ലാതെ ഈ പുരാണ ഗ്രന്ഥത്തിൽ നമ്മളെ പുരാണത്തിലാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ട് ഈ ശാസ്ത്രമായിട്ട് ഇതാക്കുന്ന സംഭവമില്ലത്. ശാസ്ത്രം ഇപ്പം കണ്ടെത്തുന്ന അത്രേ. പക്ഷെ നമ്മളെ പുരാണ ഗ്രന്ഥത്തിൽ പണ്ടേ കണ്ടെത്തി. ശുദ്ധ മണ്ടത്തരാണ്. നിങ്ങളതിനെ ആലോചിച്ച് നോക്കുക. 80 കാലഘട്ടങ്ങളിൽ തന്നെ ഇങ്ങനെയാണ് നമ്മുടെ
നമ്മുടെ നാടിൻ്റെ അവസ്ഥയെങ്കിൽ നമുക്ക് എല്ലാ രാജ്യത്തും ഇങ്ങനെയാണെന്നില്ല. 80 കാലഘട്ടങ്ങളിൽ ഒരുപാട് മുന്നേറിയ വികസിതമായ രാജ്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ അന്ധകാലത്ത് ഭൂമിയിലെ ലോകത്തിൻ്റെ മൊത്തം അവസ്ഥ ഒരു ഏകദേശം ഈ ഒരു ലെവലിലായിരുന്നു. അപ്പോൾ ആടുന്ന് നമ്മൾ എന്ത് ചെയ്തു? നിരീക്ഷണങ്ങളിലൂടെ വളർന്ന് ഇപ്പം വെച്ചാൽ ഇന്നിപ്പോൾ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. പണ്ടത്തെ കാലത്ത് ഇപ്പോൾ അമേരിക്ക ഒരു സംഭവം കണ്ടുപിടിച്ചു, അത് ഇന്ത്യക്ക് കിട്ടണമെന്നൊന്നുമില്ല. ഇന്ത്യ അറിയണം തന്നെ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇന്ത്യ ഒരു കോളനി രാജ്യമായിരുന്നു പണ്ട്. കോളനി രാജ്യമായിരുന്ന സ്ഥലത്തുനിന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമുക്ക് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ആടെ അമേരിക്കക്കാർ കണ്ടുപിടിച്ചൊരു സംഭവം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി, അവർക്ക് പറഞ്ഞു തരണം എന്നൊന്നുമില്ല. അത്രയും ഇതായിട്ടുള്ള കണ്ടുപിടുത്തമൊന്നും നമുക്ക് പറഞ്ഞു തരണം എന്നൊന്നുമില്ല. ഇപ്പം അതല്ല. ഇപ്പം അതിൻ്റെ വഴികളൊക്കെ കണ്ടെത്താനില്ല. ഇപ്പോൾ അവരിങ്ങനെ ഒരു സംഭവം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഇന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ടായിരിക്കണം അവരത് അവരിപ്പം പറഞ്ഞു തന്നില്ല അതിൻ്റെ ഒരു ഇതെന്താന്നുള്ള, എന്ത് ഇതിലെ ബേസിലാണ് അവരത് കണ്ടെത്തിയെന്നുള്ള അവർ പറഞ്ഞു തന്നില്ലെങ്കിലും നമുക്ക് അതുപോലത്തെ സാധനം ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് അതുപോലത്തെ സാധനം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ കോവിഡ് വാക്സിൻ പല രാജ്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട് കോവിഡ് വാക്സിൻ. അതിൽ ഏറ്റവും മുൻപന്തിയിലെത്തിയത് ഇന്ത്യൻ്റെതായിരുന്നു. ബാക്കിയുള്ളത് അടിച്ചവരെല്ലാം ഇപ്പം ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ വന്ന് ചാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ്റെതായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത്. ഇപ്പോഴത് മനസ്സിലായത് ഇന്ത്യക്കാരെ. അതെന്ന് വെച്ചാൽ നമ്മൾ വികസിച്ച് വരികയാണ്. അത് ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാണ്, അല്ലാതെ ഒരു പുരാണ ഗ്രന്ഥത്തിൻ്റെയോ ഒന്നും പുരോഗതിയല്ല. അതാണിപ്പോൾ പറഞ്ഞു വരുന്നത്. പുരാണ ഗ്രന്ഥങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോവിഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വരെ പറയുന്നവരുണ്ട്. ഏതോ ഒരു സ്ത്രീൻ്റെ പേര് പറയും, പാഞ്ചാലിന്നോ കുന്തിന്നോ അല്ലെങ്കിൽ ഏതൊക്കെ ഒരു പേര് പറഞ്ഞിട്ട് പറയുക അത് കൃഷ്ണനോട് പ്രാർത്ഥിച്ചു. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. ഭഗവത്ഗീത എന്ന് പറയുന്ന സാധനം തന്നെ അതിൽ പറയുന്നത് കൃഷ്ണൻ അർജുനനോട് പറയുന്നതാണ്. അത് യുദ്ധം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അർജുനൻ വന്ന് പറയും, അയ്യോ ഞാനെങ്ങനെ എൻ്റെ അമ്മാവനി ഏട്ടനി അച്ഛനെല്ലാം തല്ലിക്കൊല്ലുന്ന് കൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നതാണ്, ഇത് ജയിച്ചാൽ മാത്രമേ എനിക്ക് ഭൂമി കിട്ടുള്ളൂ, എന്നിട്ട് മാത്രമേ എനിക്ക് രാജാവായിട്ടെല്ലാം അല്ലെങ്കിൽ രാജാവിൻ്റെ ഒരു പദവി കിട്ടുള്ളൂ, എനിക്ക് സുഖിക്കാൻ പറ്റുള്ളൂ എന്ന് ആരോട് പറയുന്നു? അതിന് ഒരു മോട്ടിവേഷൻ സ്പീച്ച് മാത്രമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതിൽ കുറേ കാര്യങ്ങളുണ്ട് പറയുന്നു. ആ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാം എടുക്കാനൊന്നും പറ്റുന്നില്ല. ചില കാര്യങ്ങളൊക്കെ എടുക്കുക. നമ്മളെ ജീവിത രീതിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അത് കുറച്ചൊക്കെ എനിക്ക് അച്ഛനും ഇതെല്ലാം പറഞ്ഞു തന്ന അറിവ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽ അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ഞാൻ പോകുന്നില്ല. പിന്നെ അത് നിങ്ങൾ വന്നിട്ട് എൻ്റെ തലക്ക് പൊങ്കാലി ഇടുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഞാൻ വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല. അതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ, മോട്ടിവേഷൻ മാത്രമാണത്. അതായത് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അതിൽ എന്തുണ്ടെന്ന് പറയുന്നത്, അതിലേതോ സ്ത്രീൻ്റെ പേര് പറഞ്ഞിട്ട് ഇവർ പറയുന്നത്, ആ സ്ത്രീ ചോദിച്ച് നീ ഇങ്ങനെയല്ലേ അപ്പം പറഞ്ഞ് നീ ഇതിങ്ങനെയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിലെല്ലാം കുത്തിക്കയറ്റുവാണ്. ഈ സംഭവങ്ങളിലെല്ലാം അതിൻ്റെ യഥാർത്ഥ സംഭവം എന്താണെന്നുള്ളത് അവർ പറയുന്നില്ല. ഇത് കുത്തിക്കയറ്റുവാണ്. ഈ കുത്തിക്കയറ്റിയിട്ട് പറയും ഇത് പണ്ട് പറഞ്ഞിരിക്കും. ഇത് ഇവർ പറഞ്ഞ കഥ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു രാജാവിൻ്റെ മകളെ കല്യാണം നോക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഈ അത്രയും ശ്രേഷ്ഠയായ ഒരു യുവതിയാണ് ഈ കുട്ടി. അപ്പോൾ ഈ കുട്ടിക്ക് അത്രയും ശ്രേഷ്ഠനായ ഒരു വരമ്പാണല്ലോ. അപ്പോൾ നമുക്ക് ബ്രഹ്മാവിനോട് ചോദിക്കാം, ബ്രഹ്മലോകത്തുള്ള ബ്രഹ്മാവിനോട് ചോദിക്കാമെന്ന് പറയുന്നത്. എന്നിട്ട് ബ്രഹ്മലോകത്തേക്ക് പോകുന്നു. അപ്പം ബ്രഹ്മലോകത്ത് എന്തോ സംഗീത കച്ചേരി നടക്കുക. 20 മിനിറ്റാ പോലും ആ സംഗീത കച്ചേരി. ഈ മിനിറ്റ് കണ്ടെത്തിയതും മണിക്കൂർ കണ്ടെത്തിയതെല്ലാം ഇന്നത്തെ കാലത്താണ്. അപ്പോൾ ഇവർ പറയുന്നു അതിൽ 20 മിനിറ്റ് ഇവർ സംഗീത കച്ചേരി ഉണ്ടായിരുന്നു. ആ 20 മിനിറ്റ് ഇവർ ഈ രാജാവിൻ്റെ മോളും കൂടി 20 മിനിറ്റ് സംഗീത കച്ചേരി കേട്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവിനോട് സംസാരിച്ചപ്പം ബ്രഹ്മാവ് പറഞ്ഞു പോലും, നിങ്ങളെ ലോകത്തുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞു, ഇപ്പം അത് വേറെ യുഗേ മാറി, ഇപ്പം വേറെ ആൾക്കാരായി അവിടെ, 20 മിനിറ്റ് കൊണ്ട് സംഭവിച്ചു എന്ന്, അത് മാറിയെന്ന്. അപ്പം ഞാൻ ഈ മിനിറ്റും മണിക്കൂറും സെക്കൻഡൊക്കെ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയൊരു സംഭവമാണ്. അത് നമ്മൾ കണ്ടെത്തിയിട്ട് കുറേ കാലങ്ങളായിട്ടുണ്ടാവും, പക്ഷെ നമ്മളറിഞ്ഞത് ഈ അടുത്ത കാലത്താണ്. എന്നിട്ടാണ് നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ബ്ലോക്കും മറ്റേ സാധനങ്ങളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 80 കാലഘട്ടങ്ങളിൽ എൻ്റെ അച്ചാച്ചൻ്റെ ചെറുപ്പകാലത്ത് വീട്ടിൽ ക്ലോക്ക് ഉണ്ടായില്ല. അവരിങ്ങനെ വെയിലിങ്ങനെ നോക്കും,
ആ സമയം ഇത്രയായി എന്ന് പറയും. അത്രയല്ലാണ്ട് ക്ലോക്ക് ഉണ്ടായിട്ടില്ല, വാച്ച് കെട്ടുണ്ടായിട്ടില്ല. അപ്പൊ അന്ത് എത്രയോ കാലം മുമ്പുള്ള നമ്മളെ പുരാണ ഗ്രന്ഥത്തിൽ എങ്ങനെ ഈ മിനിറ്റിന്റെ കാര്യം പറഞ്ഞു? പിന്നെ അതുമല്ല, എന്നിട്ട് പറയുന്നത് യുഗങ്ങൾ മാറിയിരുന്നു. അപ്പൊ പറയുന്നത് ഇത് ടൈം ട്രാവൽ നടത്തിയില്ലേ അവര് തിരിച്ചു വന്നു, ഭൂമിയിലേക്ക് തിരിച്ചു വന്ന സമയത്ത് കൃഷ്ണന്റെ കാലഘട്ടമായി. അപ്പൊ യുഗങ്ങൾ മാറി. എന്നിട്ട് ഏതോ ആളെയാണ് കൊണ്ട് കല്യാണം കഴിപ്പിച്ചതെന്നൊക്കെ അതിൽ കഥകൾ അതിങ്ങനെ അവർ പറയുന്നത് അത് ടൈം ട്രാവലിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇതിലെന്തുണ്ട് കാര്യങ്ങൾ കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് നമ്മളൊന്നും വേണ്ടടോ. ഒരു 10 കൊല്ലം മുമ്പ് നമ്മളോട് പറയുന്നത് റോബോട്ട് വന്ന് നമുക്ക് ചായ തരും എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? 10 കൊല്ലം മുമ്പാണ് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? ഇന്ന് റോബോട്ട് ഇത് ചെയ്യുന്ന സെർവ് ചെയ്യുന്ന ഹോട്ടലുകളുണ്ട്. ഇവിടെ ഇന്ത്യയിലുണ്ടോയെന്ന് അറിയില്ല, വിദേശ രാജ്യത്തൊക്കെ ഉണ്ട്. ഇതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആലോചിച്ച് നോക്കുക. അപ്പൊ അന്ത കാലത്ത് റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മറ്റേ സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള സാധനം വന്നിട്ട് നമുക്ക് സെർവ് ചെയ്യും. സെർവ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് വന്ന് ചോദിക്കും, ഈ ഹോട്ടലിൽ ചപ്പാത്തി, പുട്ട്, ഇഡ്ഡലി, കപ്പ, മീൻ എല്ലാം ഉണ്ട്, ഏതാ വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ നമ്മളത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്നിട്ട് ചെയ്യും. എന്തിനു പറയുന്നത്? ഹോട്ടൽ റൂമുകളുണ്ട്, റോബോട്ട് മാത്രമില്ലേ. നാളെ ഒരാളും കാണൂല, റിസപ്ഷനിൽ ഒരാളും നിങ്ങൾ കാണൂല. ആടെ പോയിട്ട് അതിന്റെ വയറിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്താ പർപ്പസ് എന്നെല്ലാം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ലിഫ്റ്റ് ഓൺ ആകും. പൈസയും അവിടെ തന്നെ കൊടുക്കാം. നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള സംവിധാനമായിരിക്കും. അത് കാർഡ് ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ വയറിന്റെ ഉള്ളിൽ കാർഡ് ഇങ്ങനെ ഇട്ടിട്ട് വലിക്കുകയോ കൊണ്ട് അതാടി ഒരു ബൊമ്മ പോലെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ, നടക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാർഡ് ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മളെ പൈസ അങ്ങ് പോകും. അതായത് എത്രയാണോ റൂമിന് പൈസ എന്ന് വെച്ചാൽ എത്ര ദിവസത്തിലെ വിവരങ്ങളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമ്മളെ കാർഡും കാര്യങ്ങളും ഇപ്പം ആധാർ കാർഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടുമല്ലോ. നമ്മളെല്ലാ വിവരവും ആധാർ കാർഡിലുണ്ട്. ആധാർ കാർഡ് ആദ്യം കാണിക്കുക, സ്കാൻ ചെയ്യുക, അങ്ങനെയുള്ള സംവിധാനം ആണ് ആടെയുള്ളത്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം വിവരം ആടെ അടിച്ചു ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ATM കാർഡില്ലേ അത് ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം 5 ദിവസത്തേക്കാണെങ്കിൽ 5 ദിവസത്തേക്കുള്ള പൈസയും പിടിച്ചു. നേരെ ലിഫ്റ്റ് അങ്ങ് ഓൺ ആവും. എന്നിട്ട് ലിഫ്റ്റ് കയറി കൊള്ളുക, നേരെ അത് ഏതാണോ നില ആ നിലയിൽ കൊണ്ട് നിർത്തും. അതിൽ ഇത്രാമത്തെ നമ്പർ റൂമിൽ നിന്നുള്ള കാണിക്കും, ലിഫ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ കാണിക്കും. നിങ്ങൾ ഈ നിലയിൽ എത്തിയിട്ടുണ്ട്, 5ാമത്തെ റൂമിലേക്ക് പോയിക്കോ, നമ്മൾ നേരെ അകത്തേക്ക്. അങ്ങനെയുള്ള സിസ്റ്റം വന്നു. അന്ന് കാലത്ത് നമ്മളൊരു 10 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? ഇതെല്ലാം സിനിമയിലെങ്ങാറ്റാക്കുക, അല്ലാണ്ട് ഇതൊന്നും നേരിട്ടുണ്ടാവില്ല എന്നേ പറയൂ. 10 കൊല്ലം മുമ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് എത്രയോ കാലം മുമ്പ് നമ്മളെ അച്ചാച്ചൻ്റെ എത്രയോ കാലം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ടൈം ട്രാവലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ മണ്ടത്തരം എന്നേ പറയാൻ പറ്റൂ. ശുദ്ധ മണ്ടത്തരം എന്നേ പറയാൻ പറ്റൂ. ചിലപ്പോൾ ഭാവനകളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവുക ഈ കഥകൾ. യുഗങ്ങൾ മാറി. നമ്മൾ എന്തേതായാലും ജനന മരണങ്ങൾ നമുക്കറിയാം. അന്ത കാലത്തും അറിയാം, ഇന്ന കാലത്തും അറിയാം. ഇവർ ജനിച്ചാൽ അവർക്ക് മരിക്കുന്ന അറിയാം. അപ്പൊ അതെല്ലാം മാറി എത്രയോ കാലം കഴിഞ്ഞു എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടാവും. അവരിങ്ങനെ പോയി ആ ലോകം പറയും. ഇപ്പം അമ്മ പറഞ്ഞ പോലെ ഇന്ദ്രമൂത്രയ്ക്കൊന്ന് 1 കൊല്ലം കഴിഞ്ഞിട്ട് ആ ഒരു തിയറി അന്നും ഉണ്ടാവും. ഈ തിയറി ഇല്ലാന്ന് അത് അവർ വിചാരിച്ചിട്ടുണ്ടാവും. ആ ഒരു നമ്മൾ എടുത്ത ഒരു ദിവസം എന്ന് പറയുന്നത് ആടത്തെ 1 കൊല്ലാന്ന് അല്ലെങ്കിൽ ഇതെല്ലാം വിചാരിച്ച് വെക്കുന്ന അവരുണ്ടാവും. എഴുതി വെക്കുന്നതായിരിക്കും ഈ സാധനങ്ങൾ. അപ്പം അവർ എഴുതി വെച്ചു, കുറേ കാലം കഴിഞ്ഞു, അപ്പോൾ ഇതിലേക്ക് വന്നു. അല്ലാതെ ഇത് ടൈം ട്രാവലിനെ കുറിച്ച് ഇന്ന് നമ്മൾ ടൈം ട്രാവൽ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് തോന്നുന്നത് ഇത് ടൈം ട്രാവലിനെ കുറിച്ച് പറഞ്ഞതാണോ? അല്ലാതെ അവരത് വിചാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അത് എഴുതി വെച്ചോ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് ടൈം ട്രാവലിനെ കുറിച്ചാണ്. ഇതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ഭയങ്കര ഇതായിരുന്നു. ഏതോ ഒരു പുരാതന അമ്പലത്തിൽ പോയ സമയത്ത് ഒരു പെണ്ണിട്ട് ഇങ്ങനെ ടാബ് പിടിച്ച് നിൽക്കുന്ന പ്രതിമ. അത് ടാബാണോ ലാപ്ടോപ്പാണോ എന്നുള്ള ഒരു ചിന്ത, ഒരു ലാപ്ടോപ്പ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന പോലെ തന്നെ ഒരു പ്രതിമ. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ശാസ്ത്രം മറ്റേ ആളുകൾ വിചാരിച്ച് ഇത് സംഭവം ഇത് കുറേ പുരാതന ക്ഷേത്രമല്ലേ, അപ്പോൾ ഇതിൻ്റെ പുരാതന എത്ര കാലം പഴക്കൂല, എത്രയോ കാലം പഴക്കൂല ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഇത് ചുറ്റും അതിൽ ഇങ്ങനെ ഒരു രൂപം കണ്ടപ്പോൾ അവർ എന്താക്കി ഈ ക്ഷേത്രത്തിൻ്റെ എത്ര വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ഇതാര് ഈ പ്രതിമകളൊക്കെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ നോക്കി. അത് നോക്കുന്ന വേറെ പ്രതിമയിലാണ്, അത് പുരാതനമായ പ്രതിമയിലാണ് ഇത് നോക്കുന്നത്. എല്ലാം കൂടി ഇത്ര BC ഇത്ര എന്നെല്ലാം കണ്ടെത്തി. BC AC DC ഏതോ കണ്ടെത്തി, ഇത്ര കാലത്തുള്ളതാണെന്നല്ലോ. പിന്നെ അത് ചർച്ചയായി. ഇത്ര കാലത്ത് ടാബ് പിടിച്ച് നിൽക്കുന്ന അന്ത കാലത്ത് ഈ ടാബുകൾ ഉണ്ടായിരുന്നോ?
കമ്പ്യൂട്ടർ പോയിട്ട് അല്ലെങ്കിൽ മൊബൈൽ പോയിട്ട് ഒരു ലാപ്ടോപ്പ് പോയിട്ട് ഒന്നും കണ്ടെത്താത്ത കാലമാണ്. അത് കാലത്ത് എങ്ങനെ ഇപ്പം പ്രതിമ ഉണ്ടാക്കിയോൻ ഇതുണ്ടാക്കി വെച്ചു, ഭയങ്കര ചർച്ചയായി. പിന്നെ അത് മനസ്സിലാകുന്നു ഏതോ ഒരു പ്രളയോ അങ്ങനെ എന്തോ വന്നിന് ആ സമയത്ത്. നമ്മളിപ്പോൾ കേരളത്തിലുണ്ടായ പോലത്തെ ചെറിയ പ്രളയമെല്ലാം വന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ കുറേ ഭാഗങ്ങൾ നശിച്ചു പോയി. ആ നശിച്ചു പോയ സമയത്ത് ഉണ്ടാക്കിനി കുറച്ച് ഭാഗങ്ങളിൽ കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിന്. അപ്പോൾ അന്തകാലത്ത് ഈ കമ്പ്യൂട്ടറും ലാപ്ടോപ്പെല്ലാം ഉണ്ട്. അപ്പം ഇത് സംഭവം അന്നേരം ഉണ്ടാക്കിയ പ്രതിമയാണ്, അല്ലാതെ ഏറ്റവും ആ ക്ഷേത്രത്തിൻ്റെ പണ്ട് കാലത്ത് ഉണ്ടാക്കിയ പ്രതിമയല്ലത്. അപ്പം ആളുകൾക്ക് മനസ്സിലായി എന്ത് അന്തകാലത്ത് ഉണ്ടാക്കിയതല്ല ഇന്തകാലത്ത് ഉണ്ടാക്കിയാണ്. ഇതേപോലെയാണ് സംഭവങ്ങൾ മാറി മറിയുന്നത്. ഇത്രയും സംഭവങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, കുറേ ലെങ്തി ആയിപ്പോയി വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റുകൾ, നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ കാര്യങ്ങളും എന്തല്ല പുരാണ ഗ്രന്ഥങ്ങളിലോ കാര്യങ്ങളോ എഴുതപ്പെട്ട കാര്യമല്ല. അത് കൃത്യമായി നിങ്ങൾക്ക് വായിക്കാൻ അറിയെങ്കിൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾക്ക് ഇനി അഥവാ അറിയില്ലെങ്കിൽ അത് അറിയുന്ന സംസ്കൃതം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ, നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരാൾക്ക്, അല്ല ബഡായി പറയുന്ന ഒരാളല്ല, നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരാളെ കൊണ്ട് നിങ്ങൾക്ക് തർജ്ജമ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ, അതിലെന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.